ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദ വളരെയധികം വിഷമിച്ച് നമ്മുടെ പിങ്കിനെ വിളിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോണത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, അപ്കമിങ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ നന്ദ തീരുമാനിക്കുകയാണ് അർജുൻ ജീവനോടെ ഉണ്ട്, അർജുൻ ഉണ്ട് എന്നൊക്കെ എപ്പോഴും നമ്മുടെ ഗൗതം പറയാറുണ്ട്. അർജുൻ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നന്ദ വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അർജുൻ തിരിച്ചു വരണം. കാരണം അർജുൻ്റെ അമ്മ വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇവിടെ വരാത്തതിൻ്റെ കാരണം അതൊക്കെയാണെന്ന് നന്ദയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നന്ദയും കൂടി വിചാരിക്കുകയാണ് എന്നിങ്ങനെയൊക്കെയെങ്കിലും അർജുനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ നന്ദയും കൂടി അതിനുവേണ്ടി പുറപ്പെടുക കേട്ടോ. അങ്ങനെ അർജുൻ ജീവനോടുകൂടി ഉണ്ടെന്നും അർജുൻ ഇന്ന സ്ഥലത്താണെന്നും മനസ്സ് വേദനിച്ചൊരു സ്ഥലത്തുമാണെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ഗൗതമും കൂടി പിങ്കിയുടെ അടുത്തേക്ക് അർജുനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അർജുൻ വരുമ്പോഴേക്കും പിങ്കിക്ക് ശരിക്കും ഷോക്ക് ആവുകയാണ്. പിങ്കി എങ്ങനെയെങ്കിലൊക്കെ ഗൗതത്തിന്റെ ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു കയറാം. നന്ദ എന്തായാലും മെഡിക്കലും പഠിച്ചു കഴിയുമ്പോഴേക്കും ഡോക്ടറായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന്റെ ജീവിതത്തിന് പോകുമെന്ന് 100% പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഒരു കുറച്ച് വർഷം കഴിഞ്ഞാൽ തനിക്ക് ഒന്നും കൂടി അതായത് ഗൗതത്തിനെ കല്യാണം കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ പിങ്കി അവിടെ ജീവിക്കണത്. വല്യമ്മയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരുന്ധതി വരുമ്പോൾ ചെറുതായിട്ടൊരു വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സ്ഥാനം നിനക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഉറപ്പിലും കൂടിയാണ് നമ്മുടെ പിങ്കി ഇങ്ങനെയൊക്കെ ചെയ്യണത്. അർജുനെ കാണുന്നതും പിങ്കി ആകെ ഷോക്കടിച്ച പോലെ ആവാട്ടോ. അയ്യോ തിരിച്ചു വന്നു, ഇനി എന്ത് ചെയ്യും, എന്തായാലും ഗൗതത്തിന്റെ അനിയന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. പിന്നെ എന്തായാലും അവർ തമ്മിൽ ഇഷ്ടപ്പെടാണ്ടൊക്കെ കുറച്ച് നാൾ ജീവിക്കും. പിന്നെ അവരുടെ ഒരു പ്രണയകാലമൊക്കെ തന്നെയൊക്കെ കാണിക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.